ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭദ്രൻ 2 കൈകളിലും കുപ്പികളൊക്കെ ആയിട്ട് നല്ല ഉമ്മയൊക്കെ കൊടുത്തിട്ട് വരികയാണേ. ഇത് കണ്ടു നിൽക്കുകയാണ് നമ്മുടെ ഗീതു. ഇതെന്താ അച്ഛൻ സ്വാമി എന്ന് പറയുമ്പോഴേക്കും ആ കുപ്പികളൊക്കെ ബാക്കിലേക്ക് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്ത് അല്ല ബാക്കിൽ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ മകന്റെ റൂമിൽ നിന്ന് കിട്ടിയ വിഷദ്രാവകാണ്. അത് നിർമാർജനം ചെയ്യാൻ എടുത്തതാ ഞാൻ. അച്ഛനെ നീ അത് നിർമാർജനം ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗീതു പിടിച്ചു വാങ്ങാൻ നിൽക്കുമ്പോഴേക്കും വിജയലക്ഷ്മി അങ്ങ് വിളിക്കാട്ടോ. എന്താ അമ്മ വിളിച്ചത്? കച്ചേരിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു ബോറടി. അപ്പോൾ ശിവയെ ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നാലോ എന്ന് ചോദിക്കാട്ടോ. അത് വേണോ അമ്മേ? എനിക്ക് അവളെ കണ്ടൂടെ? അവൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ ഗീതു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർക്കുന്നുണ്ട് വിജയലക്ഷ്മി. ശിവയെ ഞാൻ കൂട്ടിയിട്ട് പോന്നാൽ ഭാസ്കരന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന കാര്യം. എന്താ ഗീതു നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് ന്യായല്ലേ എന്ന് ചോദിക്കാട്ടോ. അതെ, പക്ഷേ ഞാൻ ഇവിടുന്ന് നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടുന്ന് വൈകിട്ടേ അറയ്ക്കലേക്ക് പോവുള്ളൂ. അപ്പോഴേക്കും അമ്മ അങ്ങ് വന്നാൽ മതി. അപ്പോഴേക്കും ഞാൻ കണ്ണേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്ന് പറയാട്ടോ ഗീതു. അല്ല ഗീതു, നീ ഗോവിന്ദിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ശിവയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോന്നോളാം എന്ന് തക്കിട തരികിടൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിജയലക്ഷ്മി. അത് വേണ്ട അമ്മ, ഞങ്ങളുള്ളപ്പോൾ തന്നെ വന്നാൽ മതി എന്ന് ഗീതു പറയുമ്പോൾ, അതുകൊണ്ടല്ല മോളെ, എനിക്ക് ആ സത്യദാസ് ഉള്ളപ്പോൾ ഗോവിന്ദിന്റെ മുഖം ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാട്ടോ വിജയലക്ഷ്മി. അപ്പൊ വേഗം ഗീതു പറയുന്നുണ്ട്, ഞാനും കണ്ണേട്ടനും രഞ്ജുവിന്റെ അച്ഛനെ അംഗീകരിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെന്താ അമ്മയ്ക്ക് കണ്ണേട്ടനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കാട്ടോ. നിങ്ങൾ 3 പേരും കൂടി ഇവിടെ സുഖമായിട്ട് കഴിയുന്ന ഒരറയ്ക്കൽ വീടാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന് ഗീതു പറയുമ്പോൾ, അത് വേണ്ട മോളെ, ശിവയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന സത്യദാസ് ഇങ്ങോട്ടേക്ക് മടങ്ങും, പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം എന്ന് ഒരു പരിങ്ങലിന്റെ സ്വരത്തോടെ പറയാട്ടോ വിജയലക്ഷ്മി. അപ്പൊ ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അമ്മ ഞങ്ങളില്ലാത്ത സമയത്തെ രഞ്ജുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കൂ. ഇപ്പോൾ ബുദ്ധിപൂർവ്വം നീക്കിയാൽ അമ്മയും സത്യദാസുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഗീതു മോളെ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാനിപ്പോൾ തന്നെ പോയി ശിവയെ കൂട്ടിയിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അമ്മയുടെ ഇഷ്ടം. അമ്മയ്ക്ക് ഞങ്ങളെ കാണണ്ടെങ്കിൽ പോയി രഞ്ജുവിനെ കൂട്ടിയിട്ട് വന്നോ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി നല്ല സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അണ്ണൻ അവിടെ ഇല്ലാത്ത സമയത്ത് ശിവയെ ഞാൻ കൂട്ടിയിട്ട് വന്ന അനാർക്കലിയുടെ പേര് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തില്ലല്ലോ എന്ന് പറയുമ്പോഴും നമ്മുടെ ഗീതു ഫോണൊക്കെ വെച്ചിട്ട് രക്ഷപ്പെട്ടെന്ന് കരുതിയല്ലേ. അമ്മ അവിടെ എത്തുമ്പോഴേക്കും ഞാനും കണ്ണേട്ടനും നിങ്ങളും സത്യദാസും തമ്മിൽ സംസാരിക്കുന്ന വാതിലിന് മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഗീതു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷിപ്പിച്ചിട്ടാ കാർ എടുക്ക്. അയ്യോ മേഡം, ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ എന്നോട് ഫോണിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദ് സാർ എന്ന് പറയാട്ടോ. അത് പ്രിയയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാ. അതൊന്നും ഇനി എടുക്കാൻ നേരമില്ല. ഓഫീസിൽ ചെന്നിട്ട് കണ്ണേട്ടനെ കൂട്ടിയിട്ട് വേണം എനിക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറയട്ടെ ഗീതു. എങ്കിൽ പിന്നെ മാഡം തന്നെ ഫോൺ വിളിച്ച് പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ, മര്യാദയ്ക്ക് വണ്ടി എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് പോവേ എന്ന് പറയുമ്പോൾ ഷിബു വേഗം വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഗീതു പോകുന്നതും കണ്ട് ഭദ്രനും വിലാസിനിയും കൂടെ പുറത്തേക്ക് വരികയാണേ. അയ്യോ മകള് പോയോ? ഒരു യാത്ര പോലും പറഞ്ഞില്ല എന്ന് വിലാസിനി പറയുമ്പോൾ, ഇവിടെ പൂജയൊക്കെ നടത്തി ഒരു ദക്ഷിണ പോലും അവള് തന്നില്ല. ദക്ഷിണ കിട്ടാതെ എങ്ങനെയാ പൂജയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാവുക എന്ന് ചോദിക്കാട്ടോ ഭദ്രൻ. കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാ ഗീതു വന്നത്. എനിക്ക് തോന്നുന്നത് വിനോദ് കാരണമാണ് അവള് പോയതെന്ന് എന്ന് പറയുമ്പോഴേക്കും ഭദ്രൻ പറയുന്നുണ്ട്, നോം അവനെ ശപിക്കണോ? അയ്യോ ശപിക്കൊന്നും വേണ്ട എന്ന് പറയാട്ടോ വിലാസിനി. തുടർന്ന് നമ്മുടെ ഗോവിന്ദ് അവർണികയോട് സംസാരിക്കാണ്. കൂടെ അജാസും ഉണ്ട്. എന്താ അവർണിക നിനക്ക് പറ്റിയ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് നീ ഇതുവരെ വരുത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, സോറി സാർ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നു, വല്ലാത്തൊരു മൂഡ് ഔട്ട് പോലെ എന്ന് പറയുമ്പോഴേക്കും അജാസ് പറയുന്നുണ്ട്, സിംഗപ്പൂർ പ്രൊജക്റ്റിന്റെ ലോഡ് കൊണ്ട് അവർണിക വളരെ ടയേർഡാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിവപ്രസാദിനെ വരുത്തണം എന്ന് പറയുമ്പോഴേക്കും അവർണിക അജാസിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് അജാസിനെയോ അവർണികയെയോ നോക്കിയിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് അറിയാട്ടോ അജാസ്. അപ്പോഴേക്കും ഗീതു ഓടിക്കേറി വരുന്നുണ്ട്. ഇത് കാര്യമായിട്ടുള്ള മീറ്റിംഗ് ഒന്നല്ല, ഇവിടെ നടക്കുന്ന ചർച്ചയിൽ നിനക്കും പങ്കെടുക്കുക എന്ന് പറയാട്ടോ ഗീതുവിനോട് ഗോവിന്ദ്. എന്നിട്ട് അജാസ് അവർണികയും കൂടെ പുറത്തേക്ക് പോവാണ്. കണ്ണേട്ടാ പെട്ടെന്ന് എണീക്ക്, നമുക്ക് ഇപ്പൊ തന്നെ അറയ്ക്കലിലേക്ക് പോണം. അതൊന്നും പറ്റില്ല, ഞാനിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ പോണം. നമുക്ക് കിട്ടേണ്ട ചോദ്യങ്ങളൊക്കെ ചിലപ്പോ കിട്ടുമായിരിക്കും. നീ വലിയ ബിൽഡപ്പ് ഒന്നും ഇടാതെ കാര്യം എന്താന്ന് പറ ഗീതു എന്ന് പറയാട്ടോ. അതെ, രഞ്ജുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ ഇപ്പോ അറയ്ക്കലിലേക്ക് വരും. രഞ്ജുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ സത്യദാസും ചെമ്പകശ്ശേരിയിലേക്ക് പോകും എന്നാണ് അമ്മയുടെ വിചാരം. ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് പോയാൽ അമ്മയും സത്യദാസും സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജു അവിടെ ഇല്ലെങ്കിൽ അയാൾക്ക് അവിടെ നിലനിൽപ്പില്ലെന്ന് അയാൾക്ക് അറിയാം, അതുകൊണ്ട് രഞ്ജുവിനെ കൊണ്ടുപോകാൻ അയാൾ സമ്മതിക്കില്ല എന്ന് പറയാട്ടോ.
അയാൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ആളി കത്തിച്ചാൽ നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടില്ല കണ്ണേട്ടാ എന്ന് ചോദിക്കാട്ടോ ഗീതു. നീ പറഞ്ഞ കാര്യം വർക്കൗട്ട് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതാ പറഞ്ഞത്, കണ്ണേട്ടൻ പെട്ടെന്ന് വാ, എങ്കിലും ഒരു 5 മിനിറ്റ് ഞാനൊരു മെയിൽ അയച്ചിട്ട് വരാം എന്ന് പറയണേ. ഓക്കെ, അപ്പോഴേക്കും എന്റെ സ്പൈകളെ ഞാൻ റെഡിയാക്കി നിർത്താം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് നമ്മുടെ അജാസിനോട് അവർണിക എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോ അജാസ് പറയുന്നുണ്ട്, അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, ഞാൻ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. കുറച്ചു കാലം മുൻപേ നിനക്കൊരു സപ്പോർട്ട് വേണമായിരുന്നു, അത് ഞാൻ തന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി എന്ന് പറയണേ. അപ്പോ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണല്ലേ? എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അജാസിന് പറ്റുമോ? എൻ്റെ മുഖത്ത് നോക്കി പറ എന്ന് പറയാട്ടോ അവർണിക. തന്നെ ഒഴിവാക്കിയതൊന്നല്ല, ഞാനങ്ങ് ഒഴിവായതാന്ന് പറയട്ടോ അജാസ്. ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി എന്ന് പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട്, അതിനുള്ള പരിഹാരം ഞാൻ നിന്റെ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 2ാം വിവാഹത്തിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. അജാസിൽ ഞാൻ കണ്ടത് ഒരു ബ്രോക്കറെ അല്ല, ഒരു നല്ല ഫ്രണ്ടിനെയാണ് എന്ന് പറയാട്ടോ. എന്നിട്ട് അജാസ് പറയുന്നുണ്ട്, തന്നെ പോലെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്, അവർക്കൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ആവശ്യമാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഗീതു ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും പറഞ്ഞ് അജാസ് അങ്ങ് പോവാണ്. അപ്പൊ ഗീതു അവർണികയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇക്കയായിട്ട് ഒരു പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും പറ, അതിനൊരു പരിഹാരം ഉണ്ടാക്കടോ, പറയടോ എന്നൊക്കെ പറയുമ്പോഴേക്കും അവർണിക പറയുന്നുണ്ട്, അജാസ് എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാണ്, എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കായിരുന്നു, ഇപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യുക. തനിക്കറിയോ, കിഷോർ മരിച്ച ആ ആദ്യത്തെ ആഴ്ച ഞാൻ വല്ല സൂയിസൈഡും ചെയ്യുമെന്ന് വിചാരിച്ച് അജാസ് എൻ്റെ വീടിന് പുറത്ത് കാവൽ നിൽക്കുമായിരുന്നു. ഞാനത് പല രാത്രികളിലും കണ്ടിരുന്നു. ഞാൻ ഇന്ന് വരെ അജാസിനോട് അത് ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗീതു അങ്ങ് ഞെട്ടി